ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോൾക്ക് അംഗൻവാടിയുള്ള ദിവസത്തെ എൻ്റെ തിരക്കുകളും മോളുടെ ഒരുക്കങ്ങളുമാണ് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കണേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശ രാവിലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീൻ ഇങ്ങനെ എണീറ്റ് പാടത്ത് ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് 2-3 മീനൊക്കെ കൊണ്ടുവരുന്ന ദിവസമാണ് ഞാനിങ്ങനെ എല്ലാം ഓരോരോ പാത്രത്തിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കാട്ട് ചെയ്യാം, അന്നത്തേക്ക് മാത്രമുള്ളത് എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്, ദോശ പാരുന്നുണ്ട്. രാവിലെ ഇങ്ങനെ അംഗൻവാടിയൊക്കെ ഉള്ള ദിവസമാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു പണീൻ്റെ കൂടെ തന്നെ 2-3 പണികളൊക്കെ ഒരുമിച്ചായിട്ട് എടുക്കുക. അങ്ങനെ ഇത് 2 പണിയും കൂടിയും ദോശ ചുടണമുണ്ട്, അതേപോലെ തന്നെ മീൻ അതിൻ്റെ ഇടയിൽ ഇതാക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസർക്ക് വെക്കലും പരിപാടികളൊക്കെയാണ്. പിന്നെ ദോശൻ്റെ കൂടെ രാവിലെ അതിക്ക് കൂട്ടാനായിട്ട് മുട്ട റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളും അതിൻ്റെ വെയ്യാലിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കട്ടെ രാവിലെ. എനിക്കാണെന്ന് വെച്ചാൽ മോൾക്ക് അംഗൻവാടിയുള്ള ദിവസമാണെങ്കിൽ ഓള് പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുള്ള എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് വേണം ഓളെ കൊണ്ടുവന്നാക്കാൻ പോകാൻ കേട്ടോ. ഓളെ കൊണ്ടുപോയാക്കാൻ പോവുള്ളൂ. പിന്നെ വന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനോ അതുപോലെ തന്നെ പിറ്റത്തെ ദിവസത്തിനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതുണ്ടാക്കുന്ന ഇടയിൽ തന്നെ മോള് എണീറ്റിട്ടുണ്ട്. അത് ഞാൻ എന്ന് മോർണിംഗ് റൂട്ടീൻ എടുക്കുന്നോ അന്നൊക്കെ എൻ്റെ മോൾക്ക് നേരത്തെ ഒരു എണീക്കലാണ് കേട്ടോ. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ മോൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ നമ്മൾ വിചാരിച്ചതിനപ്പുറേക്കാരം. കാരണം അന്ന് നേരത്തെ എണീക്കലോ എന്തെങ്കിലും വാശിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസമാവും കേട്ടോ അന്ന്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. മോൾ ഇതേപോലെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓക്ക് പിന്നെ ചിലപ്പോൾ മസാലയിലിട്ട മുട്ട ഒന്നും പറ്റൂല. ഓൾക്ക് അങ്ങനെ മുട്ട വേറെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓക്ക് ഓരോ ഇതാണ്. ചിലപ്പോൾ പറയും എനിക്ക് കഞ്ഞി തന്നെ വേണം പറയും, ചിലപ്പോൾ ഓക്ക് കടി തന്നെ വേണം. അതുകൊണ്ട് ഓക്കും കൂടി പറ്റണം. ഓക്ക് രാവിലെ ദോശയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലും രാവിലെകളിൽ ദോശ ഉണ്ടാക്കുക. പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കോവക്ക എന്നറിയും അതിൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് താളിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്ക് ചൂട് കൊടുക്കാൻ അപ്പോൾ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമുക്ക് നോക്കണ്ടല്ലോ എഴുതിയിട്ട് അത് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. മോള് ഞാൻ പറഞ്ഞല്ലോ മോള് എണീറ്റിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ഇക്കാക്കോളെ ഫ്രഷ് ആക്കിയിട്ട് കൊണ്ട് തന്നു കേട്ടോ. പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓൾക്ക് ഫുഡ് കൊടുക്കലാണ്. പിന്നെ ഓൾക്ക് ഫുഡ് കഴിക്കണ സമയത്താണെങ്കിൽ ഓൾക്ക് എന്തേലും കളിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇന്നത്തെ കളി എന്ന് പറയുന്നത് എഴുതിയിട്ടാണ്. എന്തേലുമൊക്കെ എഴുതിയിട്ട് ചിത്രം വരയ്ക്കണം. അതേപോലെ ഓൾ അംഗൻവാടിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സാമഗ്രികൾ ഫുള്ള് എടുത്തിട്ടാണ് കേട്ടോ ഓള് ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളുണ്ടാകും. ഒന്നിങ്ങ് പറയും മണ്ണ് കളിക്കണമെന്ന്, അല്ലെങ്കിൽ പറയും കളിപ്പാട്ടം കൊണ്ട് കളിക്കണമെന്ന്, അല്ലെങ്കിൽ പറയും എഴുതി കളിക്കണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ആവും. ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി കളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കണ്ട എങ്ങനെ വെച്ച് അത് എഴുതാന്നൊക്കെ ചോദിക്കണം കേട്ടോ. ഓള് എഴുതാൻ വേണ്ടി പഠിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കൊടുത്ത് ഓള് എഴുതുന്നുണ്ട്. അങ്ങനെ പിന്നെ സമയമാവാം, അംഗൻവാടിക്കൊക്കെ പോകാനുള്ള സമയമായിട്ടോ. അതൊക്കെ പിന്നെ ഒരുക്കി നിർത്തിയിട്ടോ. നിർത്തിയതിന് ശേഷം ഇന്ന് ഓക്ക് അംഗൻവാടിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള വർക്കായിരുന്നത്. അപ്പോൾ അതും ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓക്ക് ബാഗ് ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ബാഗ് ഇടും, അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇടും കേട്ടോ. ചിലപ്പോൾ ഓൾക്ക് ഇങ്ങനെ ഒരു വാശിയാവും, അത് ചെയ്ത് തരുമോ ഇത് ചെയ്ത് തരുമോ എന്നൊക്കെ വെച്ചിട്ട്. ഇന്നിപ്പോൾ ഒക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നത് രാവിലെ നേരത്തെ എണീറ്റ ദിവസങ്ങളിലാണെങ്കിൽ ചില ദിവസം കുഴപ്പമുണ്ടാവില്ല. ചില ദിവസമാണെങ്കിൽ ഓക്ക് കളിച്ച് മതിയാകൂല. അപ്പോൾ ഓക്കൊരു ഇതാണ് കേട്ടോ, ഒരു ദേഷ്യമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ വാശിക്ക് അങ്ങനെ നിൽക്കും. അങ്ങനെ ഓളെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഓള് പോവുകയാണ് കേട്ടോ അംഗൻവാടിയിലേക്ക്. ഇന്ന് പിന്നെ അംഗൻവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കാക്കാൻ്റെ മോനാട്ടോ ഓളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അങ്ങനെ ഓൾ അംഗൻവാടിയിലേക്കൊക്കെ പോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ അങ്ങനെ നിന്നോളും. പിന്നെ ഓൾ അംഗൻവാടി പോയി. പിന്നെ ഞാൻ ഓൾ വരുന്ന വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഓൾ വന്ന് പിന്നെ ഓളെ കളി ശരി അതൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വന്നിട്ട് ഓൾക്ക് എന്തെങ്കിലും ഫുഡും കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.